إن في اختلاف الليل والنهار وما خلق الله في السماوات والأرض لآيات لقوم يتقون. നിശ്ചയം രാപ്പകൽ വ്യത്യാസത്തിലും ആകാശഭൂമികളിൽ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള സകല വസ്തുക്കളിലും അസത്യത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും മോചനമാഗ്രഹിക്കുന്ന ജനത്തിന് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. പാരത്രിക വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്ന മൂന്നാമത്തെ തെളിവാണ് ഈ സൂക്തത്തിൽ നിരത്തിയിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാവുന്ന ദൈവികമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ വിളിച്ചോതും വിധം സൂര്യചന്ദ്രന്മാരുടെയും രാപ്പകലുകളുടെയും മാറി മാറിയുള്ള വരവ്, ഇതെല്ലാം വ്യക്തമായി തെളിയിക്കുന്ന യാഥാർത്ഥ്യം ഇതത്രേ. ഈ മഹായന്ത്രശാലയുടെ സ്രഷ്ടാവ് ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് കുട്ടികൾ കളിക്കോപ്പുണ്ടാക്കുന്നത് പോലെ കേവലം താൽക്കാലിക രസത്തിനു വേണ്ടിയല്ല. കുറെ നേരം കളിച്ചു രസിച്ച ശേഷം കളിക്കോപ്പുകളെല്ലാം തല്ലിപ്പൊളിക്കുന്ന കുട്ടികളെപ്പോലെയല്ല അവന് ഈ പ്രപഞ്ചത്തോടുള്ള സമീപനം. അവന്റെ ഓരോ പ്രവർത്തനത്തിലും ക്രമവും വ്യവസ്ഥയുമുണ്ട്, യുക്തിയും നന്മയുമുണ്ട്. ഒരണുവിന്റെ സൃഷ്ടി പോലും വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് നടക്കുന്നത്. അവൻ യുക്തിമാനാണെങ്കിൽ അവന്റെ യുക്തിയുടെ ദൃഷ്ടാന്തങ്ങളും ചിഹ്നങ്ങളും നിങ്ങളുടെ മുമ്പാകെ തുറന്നു കിടക്കുന്നുവെങ്കിൽ അവനെക്കുറിച്ച് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? മനുഷ്യനിൽ ബുദ്ധിയും ധാർമ്മിക ബോധവും സ്വതന്ത്രമായ ഉത്തരവാദിത്വവും കൈകാര്യ അധികാരങ്ങളും നിക്ഷേപിച്ച ശേഷം അവന്റെ ജീവിതത്തിന്റെ കണക്ക് ഒരിക്കലും പരിശോധിക്കുകയില്ലെന്നോ? ബുദ്ധിപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വത്തെ മുൻനിർത്തി ഓരോ മനുഷ്യനും അർഹിക്കുന്ന രക്ഷയോ ശിക്ഷയോ നൽകാതെ വിട്ടേക്കുമെന്നോ? ഈ സൂക്തങ്ങൾ പാരത്രിക വിശ്വാസത്തെ അവതരിപ്പിക്കുന്നതോടൊപ്പം അതിനുള്ള ന്യായശാസ്ത്രപരമായ 3 തെളിവുകളും നൽകിയിരിക്കുന്നു. ഒന്ന്, രണ്ടാമത്തെ ജീവിതം സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഒന്നാമത്തെ ജീവിതം ഒരു യാഥാർത്ഥ്യമായി സ്ഥിരപ്പെട്ടിരിക്കുന്നു. 2, പരലോക ജീവിതം ആവശ്യമാണ്. കാരണം ഇന്നത്തെ ജീവിതത്തിൽ മനുഷ്യൻ തന്റെ ധാർമ്മിക ബാധ്യത ശരിയായോ തെറ്റായോ നിർവഹിക്കുന്നത് മൂലം രക്ഷയ്ക്കോ ശിക്ഷയ്ക്കോ അർഹനായിത്തീരുന്നു. ഈ രക്ഷാശിക്ഷകൾ അനുഭവിക്കാൻ മനുഷ്യന് ഒരു മരണാനന്തര ജീവിതം ആവശ്യമാണെന്ന് ബുദ്ധിയും നീതിയും താൽപര്യപ്പെടുന്നു. ഒരു രണ്ടാം ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ വ്യക്തിക്കും തന്റെ ധാർമ്മിക നിലപാടിന്റെ അർഹമായ ഫലം അനുഭവിക്കാൻ അവസരം കിട്ടൂ. 3, ഈ പുനരുജ്ജീവിതം ബുദ്ധിയുടെയും നീതിയുടെയും താൽപര്യമാണെങ്കിൽ ആ താൽപര്യം സാക്ഷാത്കരിക്കപ്പെടുക തന്നെ വേണം. കാരണം മനുഷ്യന്റെയും പ്രപഞ്ചത്തിന്റെയും സ്രഷ്ടാവ് യുക്തിമാനത്രേ. യുക്തിയുടെയും നീതിയുടെയും താൽപര്യം പൂർത്തീകരിക്കാതിരിക്കുക എന്നത് യുക്തിമാനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാവതല്ല. ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഈ 3 തെളിവുകളിലൂടെ മരണാനന്തര ജീവിതം സ്ഥാപിതമാകുമെന്നും ആ 3 അതിന് മതിയായ തെളിവുകൾ തന്നെയാണെന്നും മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഈ 3 തെളിവുകൾക്ക് ശേഷം വല്ലതിന്റെയും കുറവുണ്ടെങ്കിൽ അത് ഇതത്രേ. ഏതൊരു കാര്യം സംഭവ്യമാണോ, സംഭവിക്കുക അനിവാര്യമാണോ, സംഭവിക്കേണ്ടത് ദൈവത്തിന്റെ യുക്തിജ്ഞാനത്തിന്റെ താൽപര്യം കൂടിയാണോ, അത് മനുഷ്യന്റെ കൺമുമ്പിൽ കാണിക്കപ്പെടുക. ഇതേതായാലും ഐഹിക ജീവിതത്തിൽ വെച്ച് നടക്കുന്നതല്ല. ഒരാൾ കണ്ടറിഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം വിശ്വസിക്കാൻ അയാളോട് ആവശ്യപ്പെടുന്നതിൽ ഒരർത്ഥവുമില്ല. അനുഭവവും ഇന്ദ്രിയജ്ഞാനവും അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് കേവല നിരീക്ഷണ വിചിന്തനങ്ങളിലൂടെയും ശരിയായ ലക്ഷണ വിശകലനത്തിലൂടെയും മനുഷ്യൻ സത്യവിശ്വാസത്തിൽ എത്തിച്ചേരുന്നുവോ ഇല്ലേ എന്നാണ് അല്ലാഹു അവനെ പരീക്ഷിക്കുന്നത്. സവിശേഷ ശ്രദ്ധയർഹിക്കുന്ന ഒരു സുപ്രധാന വിഷയം കൂടി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു, അല്ലാഹു തന്റെ ദൃഷ്ടാന്തങ്ങളെ അറിവുള്ള ജനത്തിനു വേണ്ടി തുറന്നു വിവരിക്കുകയാണ്. അബദ്ധ ദർശനങ്ങളിൽ നിന്നും അബദ്ധമാർഗങ്ങളിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള സകല വസ്തുക്കളിലും ദൃഷ്ടാന്തങ്ങളുണ്ട്. ഉദ്ദേശ്യമിതാണ്, അല്ലാഹു അത്യന്തം യുക്തിപരമായ രീതിയിൽ എല്ലാ ജീവിത പ്രതിഭാസങ്ങളിലും ഒളിഞ്ഞുകിടക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൃഷ്ടാന്തങ്ങൾ വിതറിയിരിക്കുന്നു. പക്ഷേ ഇനി പറയുന്ന 2 ഗുണങ്ങളുള്ള ആളുകൾ മാത്രമേ ആ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുകയുള്ളൂ. ഒന്ന്, അന്ധമായ പക്ഷപാതങ്ങളിൽ നിന്നകന്ന് അല്ലാഹു നൽകിയ ജ്ഞാനോപാധികൾ ഉപയോഗിച്ച് ജ്ഞാനസമ്പാദനത്തിന് പരിശ്രമിക്കുക. 2, ദുർമാർഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നേർവഴി പ്രാപിക്കാൻ സ്വയം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ
واطمأنوا بها والذين هم عن آياتنا غافلون. നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരും കേവലം ഭൗതിക ജീവിതം കൊണ്ട് സംതൃപ്തരായവരും അതിൽ തന്നെ സമാധാനം കൊള്ളുകയും ചെയ്തവരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അശ്രദ്ധരായവരുമുണ്ടല്ലോ. ഉലൈക മഅവാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ. അന്ധവിശ്വാസങ്ങളിലൂടെയും അനാചാരങ്ങളിലൂടെയും നേടിക്കൊണ്ടിരിക്കുന്ന തിന്മകളുടെ ഫലമായി അവരുടെ അന്തിമ സങ്കേതം നരകമായിരിക്കുമെന്നതത്രേ യാഥാർത്ഥ്യം. ഈ സൂക്തങ്ങൾ വാദവും ഒപ്പം സൂചനയിലൂടെ തെളിവും വീണ്ടും പരാമർശിക്കുകയാണ്. പരലോക നിഷേധത്തിന്റെ അനിവാര്യവും ഖണ്ഡിതവുമായ ഫലം നരകമാണെന്നാണ് വാദം. പരലോകത്തെ നിഷേധിക്കുന്നവൻ നരകമല്ലാത്ത ഏത് ശിക്ഷയും മതിയാവാത്തത്ര ഭീമമായ തിന്മകൾ ചെയ്തുകൂട്ടുന്നു എന്നതാണ് തെളിവ്. സഹസ്രാബ്ദങ്ങളായി മനുഷ്യചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണിത്. ജീവിതത്തിന്റെ സമ്പൂർണമായ കണക്ക് നാളെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടി വരുമെന്ന ഒരു ആശങ്കയുമില്ലാതെ ജീവിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഇഹലോക ജീവിതം മാത്രമേയുള്ളൂ. ഈ ലോകത്തെ സുസ്ഥിതിയും സൗഖ്യവും ശക്തിയും പ്രശസ്തിയും മാത്രമാണ് വിജയപരാജയങ്ങളുടെ ഒരേയൊരു മാനദണ്ഡം. അതേ ഭൗതിക വിഭാവനകളെ അടിസ്ഥാനമാക്കി അവർ ദൈവിക ദൃഷ്ടാന്തങ്ങളെ അവഗണിക്കുന്നു. ഇവരുടെയെല്ലാം മുഴുജീവിതവും തെറ്റായ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അവർ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ജീവിക്കുകയും അത്യന്തം വഷളായ ദുസ്വഭാവങ്ങളും ദുഷ്ചേദികളും അനുവർത്തിക്കുകയും ചെയ്യുന്നു. അക്രമവും അരാജകത്വവും അധർമ്മവും താന്തോന്നിത്തവും കൊണ്ട് ജീവിതം മലീമസമാക്കുന്നു. അക്കാരണത്താൽ അവർ നരകാവകാശികളായി തീരുകയും ചെയ്യുന്നു. ആദ്യം പറഞ്ഞ 3 തെളിവുകളും ബുദ്ധിപരമായ ന്യായങ്ങളുടെ ഗണത്തിൽപ്പെട്ടതാണ്. ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രായോഗിക ജീവിതത്തിൽ പ്രകടമാകുന്ന തെളിവാണ്. ഖുർആനിൽ പലയിടങ്ങളിലും നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ കാണാം. സാരമിതാണ്: തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ മുമ്പാകെ ഉത്തരം പറയേണ്ടതുണ്ടെന്ന ബോധവും വിശ്വാസവും ജീവിതചര്യയുടെ ആധാരമായി തീരണം. അല്ലാത്തിടത്തോളം മനുഷ്യന്റെ വ്യക്തിപരമായ നടപടിയും സാമൂഹിക നടപടിയും നേരെയാവുന്നില്ല. പരലോക വിശ്വാസവും വിചാരണാബോധവും ഇല്ലാതാവുകയോ ദുർബലമാവുകയോ ചെയ്യുമ്പോഴേക്കും ജീവിതമാകുന്ന വണ്ടി തിന്മയുടെ കുണ്ടിൽ ചെന്നു ചാടുന്നത് എന്തുകൊണ്ട്? ഇതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. പരലോക വിശ്വാസം അയഥാർത്ഥവും പരലോക നിഷേധം യഥാർത്ഥവുമായിരുന്നെങ്കിൽ ആ വിശ്വാസത്തിന്റെയും നിഷേധത്തിന്റെയും ഫലങ്ങൾ ഒരനിവാര്യതയെന്നോണം തുടർച്ചയായി നമുക്ക് അനുഭവപ്പെടേണ്ടതാണ്. ഒരു വസ്തുവിൽ നിന്ന് സദ്ഫലങ്ങൾ നിരന്തരം പ്രത്യക്ഷപ്പെടുകയും അതിന്റെ അഭാവം സദാ ദുഷ്ഫലങ്ങൾ ഉളവാക്കുകയും ചെയ്യുന്നത് ആ വസ്തു വിശിഷ്ടമാണെന്നതിന്റെ ഖണ്ഡിതമായ തെളിവത്രേ. ഇതിനെതിരിൽ പലപ്പോഴും ഉന്നയിക്കപ്പെടാറുള്ള ഒരു ന്യായവാദമുണ്ട്. പരലോക നിഷേധികളായ ധാരാളം പേർ വലിയൊരളവോളം നല്ല നടപടികൾ കൈക്കൊള്ളുകയും അക്രമവും അധർമ്മവും താന്തോന്നിത്തവും കൈവെടിയുകയും ചെയ്യുന്നുവല്ലോ. സ്വൽപ്പമൊന്ന് ആലോചിച്ചാൽ ഈ വാദത്തിന്റെ ബാലിശത മനസ്സിലാകും. ദൈവനിഷേധിയും പരലോക നിഷേധിയുമായ ഒരാൾ ചില നന്മകൾ പാലിക്കുകയും തിന്മകൾ വർജിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് അയാൾ സ്വീകരിച്ച ഭൗതിക ജീവിത സിദ്ധാന്തത്തിന്റെ ഫലമല്ല, മറിച്ച് അബോധമായി അയാളുടെ മനസ്സിൽ വേരൂന്നിയ മതപരമായ സ്വാധീനങ്ങളുടെ ഫലമാണ്. അയാളുടെ ധാർമ്മിക സമ്പത്ത് മതത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതത്രേ. അതയാൾ അന്യായമായി മതനിഷേധത്തിനു വേണ്ടി വിനിയോഗിക്കുന്നുവെന്ന് മാത്രം. ഭൗതികത്വത്തിന്റെയും മതനിഷേധത്തിന്റെയും ഖജനാവിൽ അത്തരം ധാർമ്മിക സമ്പത്ത് ഉണ്ടാവുക അസാധ്യമാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാറു ഫീ ജന്നാത്തിൻ നഈം. വിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ അവരുടെ വിശ്വാസം കാരണമായി നാഥൻ നേർവഴിക്ക് നയിക്കുന്നു. അവർ അനുഗ്രഹീതമായ ആരാമങ്ങളിലെത്തിച്ചേരുന്നു. അവരുടെ താഴെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഈ വാക്യത്തിലൂടെ അശ്രദ്ധമായി കടന്നു പോകരുത്. അതിന്റെ പ്രതിപാദനക്രമം ഗൌരവമായ ശ്രദ്ധയർഹിക്കുന്നുണ്ട്. ആ ജനങ്ങൾക്ക് പരലോകത്ത് സ്വർഗം ലഭിക്കുന്നത് എന്തുകൊണ്ട്? ഇഹലോകത്ത് സന്മാർഗികളായതുകൊണ്ട് തന്നെ.
ഏത് പ്രവർത്തനത്തിലും ജീവിതത്തിന്റെ ഏത് മേഖലയിലും വ്യക്തിപരവും സാമൂഹികവുമായ ഏത് ഇടപാടിലും അവർ സത്യമാർഗം സ്വീകരിച്ചു, അസത്യമാർഗം തിരസ്കരിച്ചു. അതവരെ സ്വർഗത്തിന് അർഹരാക്കി. ഓരോ കാൽവെപ്പിലും ഓരോ വഴിത്തിരിവിലും ഓരോ ജീവിതഘട്ടത്തിലും തെറ്റും ശരിയും സത്യവും അസത്യവും വിവേചിക്കാൻ അവർക്ക് എങ്ങനെ സാധ്യമായി? സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനും അസത്യമാർഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ശക്തി അവർക്കെവിടുന്ന് ലഭിച്ചു? അവരുടെ നാഥങ്കൽ നിന്ന്. എന്തുകൊണ്ടെന്നാൽ ശാസ്ത്രീയമായ മാർഗദർശനത്തിന്റെയും കർമ്മപരമായ തുണയുടെയും ഉറവിടം അവൻ മാത്രമാകുന്നു. അവരുടെ നാഥൻ അവർക്ക് ഈ മാർഗദർശനവും തുണയും നൽകുന്നതെന്തുകൊണ്ടാണ്? അവർ അവനിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. ഈ വിവരിച്ച ഫലങ്ങൾ എങ്ങനെയുള്ള വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നതാണ്? കേവല സമ്മതമെന്ന അർത്ഥത്തിലുള്ള വിശ്വാസത്തിന്റെ ഫലമല്ല തന്നെ. സ്വഭാവചര്യകളുടെ ആത്മാവായി മാറുകയും കർമ്മധർമ്മങ്ങളിൽ നന്മ പ്രത്യക്ഷപ്പെടുത്തുന്ന ശക്തിയായി വർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിന്റെ ഫലങ്ങളാണവ. കേവലം ചുണ്ടുകളിൽ മാത്രം നിലകൊള്ളുന്നതോ ഏതോ കോണിൽ തുരുമ്പ് പിടിച്ചു കിടക്കുന്നതോ ആയ വിശ്വാസത്തിന്റെ ഫലമല്ല. മനസ്സിൽ അലിഞ്ഞു ചേർന്ന് ചിന്തയും പ്രകൃതിയുമായി മാറി സ്വഭാവത്തിന്റെയും ജീവിത രീതിയുടെയും രൂപം കൈക്കൊണ്ട വിശ്വാസത്തിന്റെ ഫലമത്രേ അത്. പ്രകൃതി നിയമപ്രകാരം ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ശരീരത്തിൽ പിടിക്കാത്ത ചിലർ ക്ഷീണിതരും ശോഷിച്ചവരുമായി തന്നെയിരിക്കും. കഴിക്കുന്ന ആഹാരം ദഹിച്ച് ശരീരാംശമായി തീരുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത്തരക്കാർക്ക് ലഭിക്കുകയില്ലല്ലോ. അതുപോലെ ധാർമ്മിക നിയമപ്രകാരം വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ വിശ്വാസം ജീവിതത്തെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ വിശ്വസിച്ച് നന്നായി തീരുന്നവർക്കുള്ള അനുഗ്രഹങ്ങൾക്ക് അത്തരം വിശ്വാസികൾ അർഹരാകുന്നില്ല. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. അല്ലാഹുവേ, നീ എത്രയും പരിശുദ്ധൻ എന്നാണ് അവിടെ അവരുടെ കീർത്തനം. ശാന്തി എന്നാണ് അഭിവാദ്യം. അവരുടെ സകല സംഗതികളുടെയും പര്യവസാനം സർവസ്തുതിയും ലോകനാഥനായ അല്ലാഹുവിന് മാത്രമാകുന്നു എന്ന വചനത്തിലായിരിക്കും. ഇഹലോകത്തെ പരീക്ഷണം വിജയകരമായി തരണം ചെയ്ത് അനുഗ്രഹനിർഭരമായ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള അവസ്ഥയാണ് സൂക്ഷ്മരൂപത്തിൽ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അവർ അവിടെ എത്തിയ പാടെ ആർത്തിപൂണ്ട സുഖസാമഗ്രികളുടെ മേൽ ചാടി വീഴുകയില്ല. ഹൂറികൾ വരട്ടെ, മദ്യം വരട്ടെ എന്നിങ്ങനെയുള്ള വിളികളും പാട്ടും കൂത്തുമൊക്കെ നാനാഭാഗത്തുനിന്നും മുഴങ്ങുകയുമില്ല. സ്വർഗത്തിന്റെ നാമം കേൾക്കുമ്പോഴേക്കും ചില അല്പജ്ഞരുടെ മനസ്സിൽ പൊന്തിവരുന്നത് അത്തരമൊരു ചിത്രമാണ്. എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസികളുടെ അവസ്ഥ അതല്ല. തങ്ങളുടെ ഉയർന്ന ചിന്തയുടെയും ഉത്കൃഷ്ട സ്വഭാവങ്ങളുടെയും ഫലമായി ഇഹലോകത്ത് കൈവരിച്ച ആത്മനിയന്ത്രണവും സംസ്കാരവും ജീവിത വിശുദ്ധിക്കും തികച്ചും ഇണങ്ങുന്ന വ്യക്തിത്വം തന്നെയായിരിക്കും പരലോകത്തെ പരിശുദ്ധമായ സ്വർഗീയ ചുറ്റുപാടിലും അവർ പ്രകടിപ്പിക്കുക. ഇഹലോകത്തുനിന്ന് വളർത്തിയെടുത്ത അതേ സ്വഭാവ സവിശേഷതകൾ പരലോകത്തും അവരിൽ വെട്ടിത്തിളങ്ങുന്നതാണ്. അല്ലാഹുവിനുള്ള സ്തുതികീർത്തനങ്ങൾ തന്നെയായിരിക്കും അവിടെയും അവരുടെ ഏറ്റവും അഭികാമ്യമായ കൃത്യം. ഇഹലോകത്ത് അവരുടെ സാമൂഹിക നയത്തിന്റെ ആത്മാവായി വർത്തിച്ചിരുന്ന അതേ ഗുണകാംക്ഷ വികാരം തന്നെയായിരിക്കും അവിടെയും അവരുടെ സാമൂഹിക സ്വഭാവത്തിന്റെ ആത്മാവ്. وَلَوْ يُعَجِّلُ اللَّهُ لِلنَّاسِ الشَّرَّ اسْتِعْجَالَهُم بِالْخَيْرِ لَقُضِيَ إِلَيْهِمْ أَجَلُهُمْ فَنَذَرُ الَّذِينَ لَا يَرْجُونَ لِقَاءَنَا فِي طُغْيَانِهِمْ يَعْمَهُونَ. മനുഷ്യൻ ഇഹലോകത്ത് ഗുണമുണ്ടാവാൻ ധൃതിപ്പെടുന്നതുപോലെ അവർക്ക് ദോഷം വരുത്തുന്നതിൽ അല്ലാഹുവും ധൃതിപ്പെടുകയാണെങ്കിൽ അവരുടെ പ്രവർത്തനാവധി എന്നോ അവസാനിച്ചിട്ടുണ്ടാകുമായിരുന്നു. എന്നാൽ അത് നമ്മുടെ രീതിയല്ല. അതിനാൽ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരെ സ്വന്തം ധിക്കാരത്തിൽ വിഹരിക്കാനായി അഴിച്ചുവിടുകയാണ് നാം. ആമുഖവാക്യങ്ങൾക്ക് ശേഷം ഇനി ഉപദേശവും ഉദ്ബോധനവും ആരംഭിക്കുകയാണ്. ഈ പ്രഭാഷണം കേൾക്കുന്നതിന് മുമ്പ് അതിന്റെ പശ്ചാത്തലം സംബന്ധിച്ച് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ പ്രഭാഷണം ആരംഭിക്കുന്നതിന്റെ അല്പം മുമ്പാണ് മക്കക്കാരെ എരിപൊരി കൊള്ളിച്ച 7 വർഷത്തെ
കഠിനവും നിരന്തരവുമായ ക്ഷാമം അവസാനിച്ചത്. ഈ ക്ഷാമകാലത്ത് ഖുറൈശികളിലെ അഹങ്കാരികളുടെ ഗർവിഷ്ഠമായ ശിരസുകൾ കുനിഞ്ഞു. പ്രാർത്ഥനകളും രോദനങ്ങളും ഉയർന്നു. വിഗ്രഹാരാധനയ്ക്ക് കുറവ് വന്നു. ഏകദൈവത്തിങ്കലേക്കുള്ള മടക്കം വർദ്ധിച്ചു. ഒടുവിൽ അബൂ സുഫിയാൻ നബി തിരുമേനിയുടെ അടുക്കൽ ചെന്ന് ഈ വിപത്തകറ്റുതരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുക പോലുമുണ്ടായി. എന്നാൽ മഴ വർഷിക്കുകയും സുഭിക്ഷതയുണ്ടാവുകയും ക്ഷാമം നീങ്ങുകയും ചെയ്തപ്പോൾ ജനങ്ങൾ മുമ്പത്തെ ധിക്കാരങ്ങളും സത്യദീനിനെതിരിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളും വീണ്ടും ആരംഭിച്ചു. ദൈവത്തിങ്കലേക്ക് മടങ്ങാൻ തുടങ്ങിയിരുന്ന മനസ്സുകൾ പണ്ടത്തെ പോലെ വീണ്ടും അശ്രദ്ധയിലും ആലസ്യത്തിലും മുഴുകി. അന്നഹൽ സൂക്തം 113, അൽ മുഅ്മിനൂൻ സൂക്തം 75 മുതൽ 77 വരെ, അദ്ദുഖാൻ സൂക്തം 10 മുതൽ 12 വരെ. ഇവ കൂടി ശ്രദ്ധിക്കുക. 2. സത്യനിഷേധത്തിന്റെ പരിണാമത്തെക്കുറിച്ച് നബി തിരുമേനി താക്കീത് ചെയ്തപ്പോൾ അവരുടെ മറുപടി ഇതായിരുന്നു: നീ ഭീഷണിപ്പെടുത്തുന്ന ആ ദൈവശിക്ഷ എന്തുകൊണ്ടിങ്ങു വന്നില്ല? അതിനെന്താണിത്ര താമസം? അതിന് മറുപടിയായി പറയുകയാണ്, അള്ളാഹു ജനങ്ങളോട് കാരുണ്യവും ഔദാര്യവും കാണിക്കുന്നതിലുള്ള അത്ര ധൃതി കുറ്റങ്ങളുടെ പേരിൽ അവരെ പിടികൂടി ശിക്ഷിക്കുന്നതിൽ കൈക്കൊള്ളുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് വേഗം ക്ഷാമം നീക്കിയതുപോലെ തന്നെ നിങ്ങളുടെ വെല്ലുവിളികൾ കേട്ടും ധിക്കാരങ്ങൾ കണ്ടും ശിക്ഷയും വേഗം അയക്കാത്തതെന്ത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ സമ്പ്രദായം അതല്ല. എത്ര തന്നെ ധിക്കാരം പ്രവർത്തിച്ചാലും അവൻ ജനങ്ങളെ പിടികൂടും മുമ്പ് അവർക്ക് നന്നാവാൻ വേണ്ടത്ര അവസരം നൽകുന്നു. നിരന്തരം താക്കീതും ഉദ്ബോധനവും നൽകി കയർ അയച്ചുവിടുക. ദാക്ഷിണ്യത്തിന്റെ പരിധി അവസാനിക്കുമ്പോൾ പ്രതിക്രിയാ നിയമം നടപ്പാക്കുക. ഇതാണ് അള്ളാഹുവിന്റെ സമ്പ്രദായം. ഇതിന് വിപരീതമായി അല്പന്മാരുടെ, മനസ്സുറപ്പില്ലാത്തവരുടെ മാർഗമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ആപത്തണഞ്ഞപ്പോൾ ദൈവത്തെ ഓർത്ത് താണു കേണ് വിലപിക്കാൻ തുടങ്ങി. ആശ്വാസം കൈവന്നപ്പോൾ എല്ലാം മറന്നു. സമൂഹം ദൈവശിക്ഷയ്ക്ക് തന്നെത്താൻ പാത്രമാകുന്നതിന്റെ ലക്ഷണമാണിത്. وَإِذَا مَسَّ الْإِنسَانَ الضُّرُّ دَعَانَا لِجَنبِهِ أَوْ قَاعِدًا أَوْ قَائِمًا فَلَمَّا كَشَفْنَا عَنْهُ ضُرَّهُ مَرَّ كَأَن لَّمْ يَدْعُنَا إِلَى ضُرٍّ مَّسَّهُ كَذَلِكَ زُيِّنَ لِلْمُسْرِفِينَ مَا كَانُوا يَعْمَلُونَ. വിഷമസന്ധിയിലകപ്പെട്ടാൽ നിന്നും ഇരുന്നും കിടന്നും നമ്മോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാകുന്നു മനുഷ്യ സ്വഭാവം. നാം അവന്റെ വിഷമം നീക്കിക്കളഞ്ഞാലോ? ഏതെങ്കിലും വിഷമസന്ധിയിൽ ഒരിക്കലും നമ്മോട് പ്രാർത്ഥിച്ചിട്ടേയില്ല എന്ന മട്ടിലായിരിക്കും അവന്റെ നടപ്പ്. അതിര് കവിയുന്നവർക്ക് അവരുടെ നടപടികൾ ഇவ்விധം ഭൂഷണമാക്കപ്പെടുന്നു. وَلَقَدْ أَهْلَكْنَا الْقُرُونَ مِنْ قَبْلِكُمْ لَمَّا ظَلَمُوا وَجَاءَتْهُمْ رُسُلُهُم بِالْبَيِّنَاتِ وَمَا كَانُوا لِيُؤْمِنُوا كَذَلِكَ نَجْزِي الْقَوْمَ الْمُجْرِمِينَ. ജനങ്ങളെ, നിങ്ങൾക്ക് മുമ്പ് അനേകം സമുദായങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അവർ അക്രമത്തിന്റെ മാർഗം സ്വീകരിച്ചപ്പോൾ ദേവദൂതന്മാർ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളുമായി അവരെ സമീപിച്ചു. എന്നാൽ അവർ വിശ്വസിച്ചതേയില്ല. പാപികളായ ജനത്തിന് നാം പ്രതിഫലം നൽകാറുള്ളത് ഈ വിധമത്രേ. ആയത്തിൽ ഖർന് എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾ എന്നാണ് അറബി ഭാഷയിൽ പൊതുവെ അതുകൊണ്ട് വിവക്ഷ. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും ഈ പദം പ്രയോഗിച്ചിട്ടുള്ളത് തങ്ങളുടെ കാലത്ത് ഔന്നത്യത്തിന്റെ ഉച്ചിയിലെത്തുകയും പൂർണ്ണമായോ ഭാഗികമായോ ലോകനേതൃത്വം കരസ്ഥമാക്കുകയും ചെയ്ത ജനതയെ ഉദ്ദേശിച്ചാകുന്നു. ഇത്തരം ജനതയെ നശിപ്പിക്കുക എന്നാൽ നിശ്ശേഷം വംശനാശം വരുത്തുക എന്നർത്ഥമില്ല. നേതൃത്വത്തിന്റെയും ഔന്നത്യത്തിന്റെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടുക, അവരുടെ സംസ്കാരവും നാഗരികതയും നാശമടയുക, വ്യക്തിത്വം മാഞ്ഞുപോവുക, ശിഥിലരായി ഇതര ജനങ്ങളിൽ ലയിക്കുക, ഇതെല്ലാം നാശത്തിന്റെ രൂപമാണ്. ളുൽമ് അഥവാ അക്രമം എന്ന പദത്തിന് സാധാരണ ഉദ്ദേശിക്കാറുള്ള പരിമിതമായ അർത്ഥമല്ല ഇവിടെ നൽകിയിരിക്കുന്നത്. മനുഷ്യൻ അടിമത്ത പരിധി ലംഘിച്ച് ചെയ്യുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു.
കൂടുതൽ വിശദീകരണം അൽ ബക്കറ 35 സൂക്തത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ثم جعلناكم خلائف في الأرض من بعدهم لننظر كيف تعملون. അവർക്ക് ശേഷം ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളാക്കിയിരിക്കുന്നു, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണാൻ. ഇവിടെ നിങ്ങൾ എന്ന് സംബോധന ചെയ്യുന്നത് അറബികളെയാണ്. അവരോട് പറയുകയാണ്, പൂർവ്വ സമുദായങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം നൽകി, പക്ഷേ അവർ അക്രമത്തിന്റെയും ധിക്കാരത്തിന്റെയും മാർഗമാണ് അവലംബിച്ചത്. അവരെ മാർഗദർശനം ചെയ്യാൻ നിയുക്തരായ പ്രവാചകന്മാരെ ചെവിക്കൊണ്ടില്ല, അനുസരിച്ചില്ല. തത്ഫലമായി അവർ നമ്മുടെ പരീക്ഷണത്തിൽ പരാജിതരാവുകയും രംഗത്തുനിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. അറബികളെ, ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. അവരുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് അവസരം നൽകിയിരിക്കുന്നു. മുൻഗാമികൾ തോറ്റു പുറത്തായ പരീക്ഷണ വേദിയിലാണ് നിങ്ങളിപ്പോൾ. അവരുടെ പരിണാമം തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ അവസരം നന്നായി ഉപയോഗപ്പെടുത്തുക. പൂർവ്വ സമുദായങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുക. അവരുടെ വിനാശത്തിന് കാരണമായ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ قَالَ الَّذِينَ لَا يَرْجُونَ لِقَاءَنَا ائْتِ بِقُرْآنٍ غَيْرِ هَذَا أَوْ بَدِّلْهُ قُلْ مَا يَكُونُ لِي أَنْ أُبَدِّلَهُ مِنْ تِلْقَاءِ نَفْسِي إِنْ أَتَّبِعُ إِلَّا مَا يُوحَى إِلَيَّ إِنِّي أَخَافُ إِنْ عَصَيْتُ رَبِّي عَذَابَ يَوْمٍ عَظِيمٍ. നമ്മുടെ സുവ്യക്തമായ സൂക്തങ്ങൾ ഓതിക്കൊടുക്കുമ്പോൾ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരായ ജനം പറയുന്നു, ഇതിനു പകരം മറ്റൊരു ഖുർആൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതിൽ ചില ഭേദഗതികൾ ചെയ്യുക. പ്രവാചകൻ അവരോട് പറയുക, എന്റെ വകയായി അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താൻ എനിക്ക് അവകാശമില്ല. എനിക്ക് ലഭിക്കുന്ന ദിവ്യബോധനങ്ങളെ പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നാഥനെ ധിക്കരിച്ചാൽ ഞാൻ അതിഭയാനകമായ ഒരു നാളിലെ ശിക്ഷയെ ഭയപ്പെടുന്നു. മുഹമ്മദ് നബി പറയുന്നത് ദൈവത്തിങ്കൽ നിന്നുള്ളതല്ല, സ്വയം ഉണ്ടാക്കിയതാണ്. സ്വന്തം വാക്കുകൾക്ക് വില കിട്ടാൻ അവ ദൈവത്തിലേക്ക് ചേർത്ത് അവതരിപ്പിക്കുകയാണ് അദ്ദേഹം എന്ന സങ്കല്പത്തിലാണ് അവരത് പറയുന്നത്. അവർ ഉന്നയിക്കുന്ന മറ്റൊരു സംഗതി ഇതാണ്: ഏകദൈവത്തെയും പരലോകത്തെയും ധാർമ്മിക നിഷ്ഠകളെയും കുറിച്ചൊക്കെ സംസാരിച്ചതുകൊണ്ട് എന്തു മെച്ചം? ജനങ്ങളെ നന്നാക്കലാണ് ലക്ഷ്യമെങ്കിൽ അവരുടെ ഇഹലോകം മെച്ചപ്പെടുത്തുന്ന വല്ലതും മുന്നോട്ട് വയ്ക്കൂ. പ്രബോധനം ഒട്ടും ഭേദഗതിപ്പെടുത്താൻ ഒരുക്കമില്ലെങ്കിൽ നന്നേ ചുരുങ്ങിയത് അല്പം അയവെങ്കിലും വരുത്തുക. നീക്കുപോക്കുകളോടെ നമുക്ക് ഒരു യോജിപ്പിലും ധാരണയിലുമെത്താമല്ലോ. ഞങ്ങൾ നിങ്ങളെ കുറച്ചൊക്കെ അംഗീകരിക്കാം, കുറച്ചൊക്കെ നിങ്ങൾ ഞങ്ങളെയും അംഗീകരിക്കണം. നിങ്ങളുടെ തൗഹീദിൽ ഞങ്ങളുടെ ശിർക്കിനും, നിങ്ങളുടെ ദൈവപൂജയിൽ ഞങ്ങളുടെ ദേഹപൂജയ്ക്കും, നിങ്ങളുടെ പരലോക വിശ്വാസത്തിൽ ഞങ്ങളുടെ ഐഹിക പൂജയ്ക്കും സ്വൽപ്പം ഇടമനുവദിക്കണം. ഞങ്ങൾ സ്വേച്ഛാനുസാരം ജീവിച്ചാലും പരലോകത്ത് എങ്ങനെയെങ്കിലും രക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് സമ്മതിക്കണം. നിങ്ങളുടെ ഖണ്ഡിതവും കണിശവുമായ ധാർമ്മിക തത്വങ്ങൾ അപ്പടിയങ്ങ് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. അതിൽ ഞങ്ങളുടെ പക്ഷപാതങ്ങൾക്കും ആചാര സമ്പ്രദായങ്ങൾക്കും വ്യക്തിപരവും സാമുദായികപരവുമായ താൽപര്യങ്ങൾക്കും ഇച്ഛാഭിലാഷങ്ങൾക്കും കൂടി ഇടം വേണം. മതതാൽപര്യങ്ങളുടെ ഒരു വൃത്തം നമുക്ക് ഉഭയസമ്മതത്തോടെ തീരുമാനിക്കാം. അതിന്റെ വരുതിയിൽ നിന്ന് നമുക്ക് ദൈവത്തോടുള്ള ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. ബാക്കി ഐഹിക കാര്യങ്ങൾ ഇഷ്ടാനുസൃതം നടത്താൻ നാം സ്വതന്ത്രരായിരിക്കണം. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു ഒത്തുതീർപ്പിലെത്തിക്കൂടാ? നിങ്ങളുടെ ധാർമ്മികമായ കണിശതയിൽ അല്പം അയവ് വരുത്തിയാൽ എന്താണ് കുഴപ്പം? ജീവിതം മുഴുവൻ ഏകദൈവത്തിലും പരലോകത്തിലുമുള്ള വിശ്വാസത്തിന്റെയും ശരീഅത്തിന്റെയും ചട്ടക്കൂടിൽ വരിഞ്ഞുകെട്ടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. അതിന്റെ ആവശ്യമെന്ത്? മറ്റൊരു ഖുർആൻ കൊണ്ടുവരികയോ ഈ ഖുർആനിൽ മാറ്റം വരുത്തുകയോ ചെയ്യണമെന്ന അവരുടെ ആവശ്യത്തിനുള്ള മറുപടിയാണ് നീ പറയുക എന്ന് തുടങ്ങുന്ന വചനം. അതായത്, ഈ ഗ്രന്ഥം ഞാൻ നിർമ്മിച്ചതല്ല, വഹീ മുഖേന ലഭിച്ചതാണ്. അതിൽ ഒരു ഭേദഗതിയും വരുത്താൻ എനിക്ക് അധികാരമില്ല. ഈ പ്രശ്നത്തിൽ സന്ധിക്ക് സാധ്യതയില്ല തന്നെ.
സ്വീകരിക്കുകയാണെങ്കിൽ ദീനിനെ അതേപടി പൂർണ്ണമായി സ്വീകരിക്കുക, അല്ലാത്ത പക്ഷം പൂർണ്ണമായി തിരസ്കരിക്കുക.